ഞാൻ പലപ്പോഴും ഈ പ്രീമിയം കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ സെയിൽസ്മാർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഞാനും ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ് കോച്ചാണ്. സോ ഒരു പ്രീമിയം സെയിൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, പ്രീമിയം സെയിൽസ്മാൻമാർ ജസ്റ്റ് ഒരു സെയിൽസ്മാൻമാരെയോ അല്ലെങ്കിൽ ഒരു വൺ ടൈം സെയിൽസ്മാനെയോ അവർ ലൈഫിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് വാങ്ങുക എന്നതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് കുറച്ചറിയാമെങ്കിൽ ആ കുറച്ചറിയുന്നവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനല്ല അവർ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഏതൊരു മേഖലയുമായിട്ടും അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ആ മേഖലയിൽ എക്സ്പേർട്ടുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം സെല്ലിങ്ങിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഡക്റ്റ് ചുമ്മാ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ആ പ്രൊഡക്റ്റിലോ ആ സർവീസിലോ നിങ്ങൾക്കുള്ള ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം. നിങ്ങൾ ഒന്ന് ഇൻഡസ്ട്രി എക്സ്പെർട്ട് ആയിരിക്കണം, ആ എക്സ്പെർട്ടൈസിനെ കംപ്ലീറ്റ് ആയിട്ട് അയാളുടെ കയ്യിൽ പ്രൊജക്റ്റ് ചെയ്യണം. കാരണം അയാൾ ചിന്തിക്കുന്നത് ഇതൊരു റിലേഷൻഷിപ്പാണ്, ലോങ് ടൈമിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അയാൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകും എന്ന തിരിച്ചറിവും കൂടിയാണ്. സോ പ്രീമിയം സെല്ലിംഗ് 90% ഇമോഷണലാണ്. സോ കസ്റ്റമറുടെ ഓരോ ഇമോഷണൽ നീഡിനെയും ഫുൾഫിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പ്രീമിയം സെയിൽസ്മാൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്.